അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ ഒരു വിഭാഗമാണ് ഈ വഹാബികൾ എന്ന് പറയുന്നത്. കാരണം എന്താ അറിയോ, ഞാൻ അതിന്റെ തെളിവുകളൊക്കെ പറഞ്ഞു തരാം. ആദ്യമായിട്ട് നിസ്കാരത്തിന് ശേഷം ഉണ്ടായിരുന്ന ദുആ അത് പാടില്ല. നിസ്കാരത്തിന് ശേഷം സ്വലാത്ത് ചൊല്ലാൻ പാടില്ല. നിസ്കാരത്തിൽ തലമറക്കാൻ പാടില്ല. മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല. അവർക്ക് വേണ്ടി ഖുർആൻ ഓതാൻ പാടില്ല. ഖബറിന്റെ അടുത്ത് പോയി ദുആ ചെയ്യാൻ പാടില്ല. അവർക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യാൻ അത് പാടില്ല. അവരുടെ പേരിൽ ആടുമാട് ഒട്ടകങ്ങളെ അറുത്തിട്ട് മാംസം വിതരണം പാടില്ല. പക്ഷെ ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അതൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് ദീനുൽ ഇസ്ലാമിനെ ഇങ്ങനെ നശിപ്പിച്ച് വരികയാണ്. ഇപ്പോ പുതിയ ഒരു വാദം കൂടെ വന്നിട്ടുണ്ട്. എന്താണെന്നറിയോ, വെള്ളിയാഴ്ച ദിവസം പെരുന്നാൾ വന്നാൽ അവിടെ പെരുന്നാൾ നിസ്കരിച്ചാൽ മതി, ജുമുഅ നിസ്കരിക്കേണ്ടതില്ല. എങ്ങനെയുണ്ട്? പെരുന്നാൾ നിസ്കാരം എന്നുള്ളത് വലിയ സുന്നത്ത് മുഅക്കദ് വലിയ സുന്നത്തായ കാര്യമാണ്. എന്നാൽ ജുമുഅ ഫർളാണ്, നിർബന്ധമാണ്. അപ്പോ സുന്നത്ത് ചെയ്താൽ മതി, ഫർള് ചെയ്യണ്ടെന്നാ പറയുന്നത്. ഏതായാലും ഞാൻ പറയുന്നല്ലത് ഒന്ന് കേട്ടു നോക്ക്. വെള്ളിയാഴ്ച പെരുന്നാൾ വന്നാൽ ജുമുഅ സംഘടിപ്പിക്കൽ നിർബന്ധമാണ്, ജുമുഅയിൽ പങ്കെടുക്കൽ നിർബന്ധമില്ല. ഈ വെള്ളിയാഴ്ച പെരുന്നാൾ 29 മാസം കടന്നിക്കോറും 28 ഉദയുണ്ട്. അപ്പൊ കാണാനാണ് സാധ്യത കൂടുതൽ. അപ്പൊ വെള്ളിയാഴ്ച ജുമുഅ നടക്കണം, പള്ളി കമ്മിറ്റി വെച്ച് ജുമുഅ നടത്തണം. ഖതീബ് ആർക്കും വരാം, ഖതീബ് നിർബന്ധമില്ല, ഖതീബിടെ വന്നാൽ മതി, ഞാൻ തന്നെ കൊള്ളുന്നില്ല. പങ്കെടുക്കൽ നിർബന്ധമില്ല. അപ്പൊ രാവിലെ പെരുന്നാസ്കാരത്തിൽ വന്നാൽ ഇനി വരെ ജുമുഅസ്കാരം നിർബന്ധമില്ല, ദുഹൂർസ്കരിച്ചാൽ മതി. എന്നാൽ ജുമുഅ നടക്കൽ നിർബന്ധമാണ്, ജുമുഅ ക്യാൻസൽ ആക്കാൻ പറ്റില്ല. പങ്കെടുക്കൽ ആളുകൾ താല്പര്യങ്ങൾക്ക് വരാം, അല്ലെങ്കിൽ മനസ്സിലായല്ലോ. അതായത് ഫർള് ചെയ്യണ്ട, സുന്നത്ത് ചെയ്താൽ മതി അല്ലെ. എന്നാൽ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ബഹുമാനപ്പെട്ട മൗലാന പേരോട് ഉസ്താദ് പറയുന്നുണ്ട്, അതൊന്ന് കേട്ടോ. പെരുന്നാളാണെങ്കിൽ ജുമുഅ നിസ്കരിക്കണ്ട, എല്ലാം മുടക്കികളുടെ ഒരു ലോകം. അങ്ങനെ നമ്മൾ മുടക്കികളാകാൻ പാടില്ല. വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരം നിർബന്ധമാണ്. പെരുന്നാൾ നിസ്കാരം നമുക്ക് സുന്നത്ത് മുഅക്കദ് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. അതുകൊണ്ട് പെരുന്നാൾ നിസ്കരിക്കുകയും വേണം, അതോടുകൂടെ തന്നെ ജുമുഅയും നിസ്കരിക്കണം. ജനങ്ങളുടെ ഫർളായ ജുമുഅ പെരുന്നാളിന്റെ അന്ന് നഷ്ടപ്പെടുത്തുന്ന ആളുകളെക്കാൾ വലിയ അക്രമികൾ വേറെ ആരാണ്? അല്ലാഹുവിന്റെ ദീനിനോട് അക്രമം ചെയ്യുന്നവർ. മുഅ്മിനീങ്ങൾ അത്തരത്തിലുള്ള ഒന്നിനും പെട്ടുപോകരുത്. സുന്നത്ത് ചെയ്തോ ഫർള് ചെയ്യണമെന്നില്ല അല്ലെ. നല്ല ദീനാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇത് കേട്ടിട്ട് അതാണ് സത്യം എന്ന് വിചാരിച്ചുകൊണ്ട് കൂടാൻ ഒരുപാട് ആളുകളും. എന്നാൽ നമ്മൾ എന്താണ് പഠിച്ചു വന്നത്? നമ്മൾ ആ പാരമ്പര്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും സ്വഹാബത്ത്, അതുപോലെ തന്നെ താബിഈ ഇമാമിങ്ങൾ അങ്ങനെ പഠിച്ചു വന്ന എല്ലാ കാര്യങ്ങളും അവരവർക്ക്, അതായത് ഓരോ ആളുകൾക്ക് എന്താണ് തോന്നുന്നത് ആ രൂപത്തിൽ ഇസ്ലാമിനെ വ്യാഖ്യാനിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേൾക്കാൻ ഒരുപാട് ആളുകൾ കൂടുകയാണ്. പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് പഠിപ്പിച്ചതെന്നോ, ഇമാമിങ്ങൾ എന്താണ് പഠിപ്പിച്ചതെന്നോ അതൊന്നും ഒരാളും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. കാരണം അവരുടെ കൂട്ടത്തിൽപ്പെട്ടാൽ അതൊരു രോഗമാണ്. അവരുടെ കൂട്ടത്തിൽപ്പെട്ടാൽ അത് പെട്ടതാണ്. കാരണം അവർ പറയുന്നത് ഖുർആനും ഹദീസും ഇത് രണ്ട് മാത്രമേ ഇസ്ലാമിൽ പ്രമാണങ്ങൾ ഉള്ളൂ എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല. ഇസ്ലാമിൽ ഖുർആന്, ഹദീസ്, അതുപോലെ തന്നെ ഇജ്മാ, ഖിയാസ്, ഈ 4 കാര്യങ്ങളാണ് ഇസ്ലാമിലെ പ്രമാണം. ഈ 4 കാര്യങ്ങളിലൂടെയാണ് ഇസ്ലാം വരുന്നുള്ളത്. എന്നാൽ വെറും ഖുർആനും സുന്നത്തും മാത്രം നോക്കിയാൽ നമുക്കിടെ ജീവിക്കാൻ പറ്റൂല. കാരണം ഖുർആൻ മാത്രം നോക്കിയിട്ട് ഞാൻ നിസ്കരിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത് വഖീമുസ് സ്വലാത്ത്, നിങ്ങൾ നിസ്കാരം നിലനിർത്തുക എന്ന്. നിങ്ങൾ ളുഹർ നിസ്കരിക്കുക, നിങ്ങൾ അസ്ർ നിസ്കരിക്കുക, ഇത്ര റക്അത്ത് നിസ്കരിക്കുക, ഇതൊന്നും ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ്. അപ്പോ ഇതൊക്കെ പറഞ്ഞു തരുന്നുള്ളത് ഖുർആനും ഹദീസും ഇജ്മാവും ഖിയാസുമാണ്. അപ്പൊ ഈ വെറും ഖുർആനും ഹദീസും എന്ന് പറഞ്ഞു നിൽക്കുന്ന ആളുകളെ തന്നെ നമ്മൾ നോക്കിയാൽ മതി. അവർ തരികിടത്തിന് വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. കാരണം വേറൊന്നും ഞങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അതല്ല പരിശുദ്ധ ദീൻ എന്ന് പറയുന്നത്. ദീൻ എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും താബിഈങ്ങളും താബിഈങ്ങളും ഇങ്ങനെ പഠിപ്പിച്ചു തന്ന, നമ്മളൊക്കെ പണ്ടേ പഠിച്ചു വരുന്ന ഒരു ദീനുണ്ടല്ലോ, അത് തന്നെയാണ് ദീൻ. ഇപ്പൊ ഈ വരുന്നതൊക്കെ അത് പുത്തൻവാദികളുടെ പുത്തനാശയമാണ്. അതിലൊന്നും ഒരാളും വീണു പോകരുത്. അല്ലാഹു തആല അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.